കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലെ കൃത്രിമ കരി പ്രസാദ നിർമ്മാണത്തിൽ ദേവസ്വം അസിസ്റ്റന്റ് ഓഫീസർക്കും മേൽശാന്തിക്കും നോട്ടീസ് കൊടുക്കും. ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണറാണ് നോട്ടീസ് കൊടുക്കുക. സ്ഥലത്ത് നിന്ന് ദേവസ്വം വിജിലൻസ് ശേഖരിച്ച സാമ്പിളുകൾ കൂടുതൽ പരിശോധന നടത്തും. ലിജോ റോളൻസ് വിവരങ്ങളുമായി. ലിജോ, എന്താണ് ഈ സംഭവം? ദേവസ്വത്തിന് കീഴിൽ വരുന്ന ഒരു ക്ഷേത്രമാണ് കൊട്ടാരക്കര ഗണപതി ക്ഷേത്രം എന്ന് പറയുന്നത്. ഇവിടെയാണ്, അതായത് ഈ ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ടായിരുന്ന അതേ സ്ഥലത്തിനടുത്താണ് കൃത്രിമമായി കരിപ്രസാദം നിർമ്മിച്ചിരുന്നത്. അതായത് ഭക്തർ അവിടെ പൂജയ്ക്കും മറ്റുമൊക്കെ വന്ന് തൊഴുത് മടങ്ങുന്ന സമയത്ത് വളരെ പവിത്രതയോടെ കണ്ടിരുന്നതാണ് കരിപ്രസാദം എന്ന് പറയുന്നത്. അത് വ്യാജമായി പല പൊടികളും മറ്റുമൊക്കെ ഉപയോഗിച്ച് നിർമ്മിക്കുന്നത് കണ്ടെത്തിയത് വെള്ളിയാഴ്ചയായിരുന്നു. ഇതിന് പിന്നാലെ പല പരിശോധനകളൊക്കെ നടത്തി. കഴിഞ്ഞ ദിവസം ദേവസ്വം വിജിലൻസിന്റെ ഉദ്യോഗസ്ഥർ SI എത്തി അവിടെ പരിശോധന നടത്തുകയും സാമ്പിളുകളൊക്കെ ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിന് പിന്നാലെ ഇന്നിപ്പോൾ അല്പസമയം മുൻപാണ് ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണറോട് സംസാരിച്ചപ്പോഴാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ തന്നെ നോട്ടീസ് നൽകുക. അതായത് ദേവസ്വം അസിസ്റ്റന്റ് ഓഫീസർക്ക് മേൽശാന്തിക്കുമായിരിക്കും ആദ്യം നോട്ടീസ് നൽകുക. ദേവസ്വം അസിസ്റ്റന്റ് ഓഫീസർ ഈ ക്ഷേത്രത്തിന്റെ ചുമതല, അതായത് അവിടുത്തെ മറ്റു കാര്യങ്ങളിലൊക്കെ വഹിക്കേണ്ട ആളാണ്. ഇയാൾ ഇത് അറിഞ്ഞില്ല എന്ന് പറയുന്നത് എങ്ങനെയാണ് ഇത്തരത്തിൽ ഒരു ഉദ്യോഗസ്ഥന് ഇത് അറിയാതെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള വലിയ സംശയമുണ്ടാകുന്നു. കാര്യം തന്ത്രികളും മറ്റുമൊക്കെ താമസിക്കുന്ന ആ കെട്ടിടത്തിന് മുകളിൽ ഉൾപ്പെടെ വളരെ വൃത്തിഹീനമായ സാഹചര്യത്തിലായിരുന്നു ഇത്തരത്തിൽ ഈ കരിപ്രസാദ നിർമ്മാണം കണ്ടെത്തിയിരിക്കുന്നത്. ഇതിന് പിന്നാലെ കീഴ്ശാന്തി ചുമതല വഹിച്ചിരിക്കുന്ന ആൾക്കും നോട്ടീസ് നൽകുമെന്നാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസം ഉൾപ്പെടെ ശേഖരിച്ച സാമ്പിളുകൾ അധികം വൈകാതെ വിദഗ്ധ പരിശോധനയ്ക്ക് വിധേയമാക്കും. കാര്യം എന്തായിരുന്നു ആ പൊടികൾ, ആ കറുത്ത പൊടികൾ എന്തായിരുന്നു, എന്തുപയോഗിച്ചുകൊണ്ടായിരുന്നു ഈ കരിപ്രസാദം ഉണ്ടാക്കിയിരുന്നത്, മാത്രമല്ല ചന്ദന പ്രസാദം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം ഇത്തരത്തിൽ വ്യാജമായി നിർമ്മിച്ച് ഭക്തരെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു കണ്ടെത്തലാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് തുടർ നടപടികളിലേക്ക് കടക്കുന്നത്. ഇതിനുശേഷമായിരിക്കും ഒരുപക്ഷെ ഇനി പോലീസിൽ മറ്റ് കേസുമൊക്കെ പോകണമെന്നുള്ള കാര്യത്തിൽ ഭക്തർ പോലും ഒരു തീരുമാനമെടുക്കുക. വീണ്ടും ഈ കൊട്ടാരക്കരയിലും ദേവസ്വം ബോർഡ് തന്നെയാണ് പ്രതിക്കൂട്ടിലേക്ക് വരുന്നത് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. നിഷാദ്.